അച്ഛ, എന്താടാ ഇത് വന്ദനയുടെ അച്ഛനാണെന്നുള്ള ഒരു മാന്യത കൊടുക്കണം. ഹായ്, എന്നാ നിന്റെ അമ്മയച്ഛനെ ഞാൻ പൊന്നാട അണിച്ച് ആദരിച്ചകത്തോട്ട് കയറ്റിയിരുത്തണോ? ആരും ആരെയും പൊന്നാട അണിയിക്കണമെന്നോ ആദരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അപമാനിക്കരുത്. ജഗ, വേണ്ട, ഞാൻ ഇറങ്ങാം. വന്ദനെ, അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തോ? ഓ, സംബന്ധക്കാരനല്ലേ, അകത്തിരുത്തി അമൃതത്വം കൊടുത്ത് പള്ളിയുറപ്പവും കഴിച്ചു വിടാം. അതാ നല്ലത്. നീ പാര ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ നോക്കിയിരിക്കാത്ത ഈ നാശത്തിനെ വിളിച്ചോണ്ട് പോണോ? ജഗ, ഞാൻ ഇറങ്ങാം. എന്തോ നോക്കിക്ക, അയാൾ പൊക്കോളും. പോകത്ത് മോനെ, കുറിപ്പ് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. അയാളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനെ മോൻ ആ അർത്ഥത്തിലെടുത്താൽ മതി. രണ്ടാളും കൂടി വീട്ടിലേക്ക് വരണം. അതിന് ക്ഷണിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. വരാച്ച. ആ മോളെ, എന്നാ അച്ഛൻ ഇറങ്ങിക്കോട്ടെ. നമുക്കാരെയും മറക്കാനാവില്ലല്ലോ. സുചിത്രയുടെ ഭർത്താവിന്റെ അമ്മ, തികഞ്ഞ ദേവീഭക്ത, ദൈവമേ, വലിയൊരു കുടുംബത്തു നിന്നും ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സർവ്വതും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവൾ. പണത്തിനെ നിങ്ങൾക്ക് കുറവുള്ളൂ. സ്നേഹനിധിയായ ഭർത്താവിന് ഒരു മാറ്റവുമില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറും. മാറ്റും ആ കരുണാനിധിയായ അമ്മ. ദേവി, മാറ്റാതിരിക്കാൻ കഴിയില്ലല്ലോ. മകളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെ കരം പിടിച്ചു, അല്ലേ? സ്വാമി, ഭയപ്പെടേണ്ട. പാതിവൃത്യമുള്ള പത്നിയെ പാതിയാക്കുവാൻ പാരിലുദിച്ച പരമേശ്വരനാണവൻ. പരമയോഗ്യൻ. മകളുടെ മുകളിൽ പതിഞ്ഞ പാപങ്ങളുടെ നിഴലുകൾ അടർന്നു വീഴുന്നു. പൂർണ്ണമായും പാപമുക്തി നേടാൻ വിവാഹാനന്തര ചടങ്ങുകൾ മുറതെറ്റാതെ നടത്തണം. ശരി സ്വാമിജി. അതേ ചന്ദ്രികെ, വിവാഹശേഷമുള്ള ആദ്യ വിരുന്നു സദ്യയിലും ശാസ്ത്രം ഉൾക്കൊള്ളുന്നതിനാൽ ആചാരപ്രകാരം ആദ്യം അത് നടത്തണം. സദ്യയുടെ 2 നാൾക്കകം വധൂവരന്മാർ പൊക്കിൾക്കൊടി ബന്ധത്തിൽ മുറിഞ്ഞുപോയ കുടുംബ പരദേവതകളെ മനസ്സൂന്നി കുമ്പിട്ടു വണങ്ങണം. ശരി സ്വാമിജി. അവിടെ മകളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കും. സ്വാമിജി, അവിടുന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാം. ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളിലെ കാണാച്ചുഴി പോലെ ദുർനിമിത്തങ്ങൾ പതിയിരിക്കും. അഗ്നിയാകും കാരണക്കാരൻ. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പലതും കൂടിച്ചേരും. കാലം അവർ കൂട്ടിയോജിപ്പിക്കും. ഉപാസന, മുറ തെറ്റാത്ത അനുഷ്ഠാനങ്ങൾ,
കുടുംബദേവതാ പ്രീതി. താലികെട്ട് മുടങ്ങിപ്പോയൊരു പെണ്ണിനെ സഹതാപം കൊണ്ട് താലി കെട്ടിയതല്ല ഞാൻ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയ അവളെ ബോധം കെടുത്തി താലി കിട്ടുന്നതാണോ ശരി? നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ? പല പ്രാവശ്യം ആലോചിച്ചു തന്നെ. പക്ഷേ വന്ദനയുടെ മറുപടി നോ എന്നാണെങ്കിൽ എനിക്ക് വന്ദനെ മാത്രമല്ല നഷ്ടമാവുന്നത്, അമ്മയെ കൂടി നഷ്ടപ്പെടും. അത് താങ്ങാനാവാത്തതുകൊണ്ട് ഞാനത് മറച്ചു വെച്ചത്. ഒരു കൂടെ പിറപ്പിനെ പോലെ ഒപ്പം നടന്ന് നീ ഞങ്ങളെ സഹായിച്ചപ്പോൾ ഞാൻ കരുതി ഞങ്ങൾക്ക് തണലേകാൻ ദൈവം അയച്ച സ്വന്തം സഹോദരനാണെന്ന്. എന്റെ മകൾക്ക് തുണയായി സഹായിയായി നീ അവളെ ഒപ്പം നടന്ന് സഹായിച്ചപ്പോ ഞാൻ കരുതി അവളുടെ കൂടെ പറഞ്ഞ സഹോദരനാണെന്ന്. പക്ഷെ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ദുഷിച്ച ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മേ, അത് വിളിക്കണ്ട, ചതിയനാ നീ.